നാം എല്ലാം ആഗ്രഹിക്കുന്നത് ഭദ്രമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ നിഷ്കളങ്ക മനസ്സുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നല്ല മനസ്സുള്ളവരായിരിക്കുവിൻ. നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. യേശു ഒരിക്കൽ കൂടെ പറയുന്നു, പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ സകലോലുപതയിൽ നിന്ന് മാറുക, മദ്യാസക്തി ഉപേക്ഷിക്കുക, ജാഗ്രതയോട് പ്രാർത്ഥിക്കുക. ഈ നോയമ്പ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ നല്ല വ്യക്തിബന്ധങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹിക്കുന്ന ഒരു ഹൃദയം, പുഞ്ചിരിക്കുന്ന ഒരു മുഖം, നന്മ ചെയ്യുന്ന ഒരു കൈ. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമ്മളെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ ആ പ്രകാശം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നമുക്കും ക്രിസ്മസ് ദിനം തെളിയുന്ന ആ നക്ഷത്രം പോലെ, നക്ഷത്രത്തിലെ പ്രകാശം പോലെ ഒരു വെളിച്ചമായി മാറാം. കവികൾ പാടിയിട്ടുണ്ട്, എങ്ങും വെളിച്ചം, എങ്ങും വെളിച്ചം, എങ്ങും വെളിച്ചം. എൻ ഹൃത്തിലും എൻ ചുണ്ടിലും എൻ്റെ നാവിലും വെളിച്ചമുണ്ടാകണം. എൻ വീട്ടിലും എൻ അയൽവീട്ടിലും വെളിച്ചമുണ്ടാകണം. വെളിച്ചം നമുക്കറിയാം സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. അയൽവീട്ടിലെ വെളിച്ചമുണ്ടെങ്കിലേ അവൻ അന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അയൽക്കാരൻ്റെ അടുപ്പിലും വെളിച്ചമുണ്ടാകണമെന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന യേശുവിൻ്റെ ആഹ്വാനം മനസ്സിലാക്കി അല്പം അവനെ സ്നേഹിക്കുവാൻ, ഉള്ളത് അവനുമായി പങ്കുവയ്ക്കുവാൻ, കൂടെ പ്രാർത്ഥിക്കുവാൻ, പുഞ്ചിരിക്കുവാൻ, സ്നേഹിക്കുവാൻ ഒരവസരമായി ഈ ആഗമനകാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നാമെല്ലാം ആഗ്രഹിക്കുന്നത് ഭദ്രമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ നിഷ്കളങ്ക മനസ്സുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നല്ല മനസ്സുള്ളവരായിരിക്കുവിൻ. നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. യേശു ഒരിക്കൽ കൂടെ പറയുന്നു, പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ സകലോലുപതയിൽ നിന്ന് മാറുക, മദ്യാസക്തി ഉപേക്ഷിക്കുക, ജാഗ്രതയോട് പ്രാർത്ഥിക്കുക. ഈ നോമ്പ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ നല്ല വ്യക്തിബന്ധങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹിക്കുന്ന ഒരു ഹൃദയം, പുഞ്ചിരിക്കുന്ന ഒരു മുഖം, നന്മ ചെയ്യുന്ന ഒരു കൈ. യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് നമ്മളെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ ആ പ്രകാശം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. നമുക്കും ക്രിസ്മസിന് തെളിയുന്ന ആ നക്ഷത്രം പോലെ, നക്ഷത്രത്തിലെ പ്രകാശം പോലെ ഒരു വെളിച്ചമായി മാറും. കവികൾ പാടിയിട്ടുണ്ട്, എങ്ങും വെളിച്ചം, എങ്ങും വെളിച്ചം, എങ്ങും വെളിച്ചം. എൻ ഹൃത്തിലും എൻ ചുണ്ടിലും എൻ്റെ നാവിലും വെളിച്ചമുണ്ടാകണം. എൻ വീട്ടിലും എൻ അയൽ വീട്ടിലും വെളിച്ചമുണ്ടാകണം. വെളിച്ചം നമുക്കറിയാം സന്തോഷത്തിന്റെ അവസ്ഥയാണ്. അയൽ വീട്ടിലെ വെളിച്ചമുണ്ടെങ്കിലേ അവൻ അന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അയൽക്കാരന്റെ അടുപ്പിലും വെളിച്ചമുണ്ടാകണമെന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന യേശുവിന്റെ ആഹ്വാനം മനസ്സിലാക്കി അല്പം അവനെ സ്നേഹിക്കുവാൻ, ഉള്ളത് അവനുമായി പങ്കുവയ്ക്കുവാൻ, കൂടെ പ്രാർത്ഥിക്കുവാൻ, പുഞ്ചിരിക്കുവാൻ, സ്നേഹിക്കുവാൻ ഒരവസരമായി ഈ ആഗമനകാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.